ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തിരുവചന ധ്യാനത്തിലേക്ക് യേശു നാമത്തിൽ വളരെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനം നയിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട മറിയസൂട്ടി ശമ്മാശനാണ്. നമുക്ക് ശമ്മാശനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് എനിക്ക് ആവശ്യമായത്, ഞങ്ങൾക്ക് ആവശ്യമായത് അങ്ങയുടെ പ്രിയദാസനിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് വാഴ്ത്തി നുറുക്കി വിളമ്പിത്തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാബു എന്ന സഹോദരനാണ്. ബാബുവിൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കാഴ്ച കുറഞ്ഞു വരുന്ന ഒരനുഭവത്തിലാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് ആ മകനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കണ്ണുകളെ സൃഷ്ടിച്ചത് അവിടുന്നാണ്. പിറവി കുരുടന് കാഴ്ച നൽകിയ ദൈവമേ, അവിടുന്ന് കാഴ്ചയുള്ള കണ്ണുകൾ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് തൊട്ട് പൂർണ്ണമായ കാഴ്ച നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവൻ്റെ കുടുംബ ജീവിതത്തെ, ഔദ്യോഗിക ജീവിതത്തെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ അകക്കണ്ണുകൾ തുറന്ന് അങ്ങയെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ഓണാവധി ധ്യാനമുണ്ട്. 19-ാം തീയതി വ്യാഴാഴ്ച ആരംഭിച്ച് വ്യാഴം, വെള്ളി, ശനിയാഴ്ച വൈകുന്നേരം തീരുന്ന ഓണാവധിക്കാല കുടുംബ നവീകരണ ധ്യാനം. ആ ധ്യാനത്തിലേക്ക് യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം ഇങ്ങനെ വായിക്കാം. 32:26. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. യാക്കോബിനെ എല്ലാവരും പൊതുവെ പറയുന്നത് ഉബായി അല്ലെങ്കിൽ വഞ്ചകൻ എന്നൊക്കെയാണ്. എന്നാൽ യാക്കോബിനെ അമ്മായിപ്പൻ കുറേ പറ്റിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ കുറേ തിന്മകളൊക്കെ വന്ന് ഭവിച്ച യാക്കോബ് താൻ വഞ്ചിച്ചെടുത്തതും തനിക്കുള്ളതെല്ലാം ഹല്ലേലൂയ യബ്ബോക്ക് നദിക്ക് അക്കരെ വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ ദൂതനുമായി മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ആ ദൈവദൂതനിൽ ദൈവത്തെ തന്നെ കണ്ടുകൊണ്ട് ഒരു രാത്രിയിലെ അഖണ്ഡ പ്രാർത്ഥനയിലൂടെ ഒരു രാത്രി ചങ്ക് കീറി നിലവിളിച്ച് സമർപ്പിച്ച് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ യാക്കോബിൻ്റെ പേര് മാറ്റി, ആ ദേശത്തിൻ്റെ പേര് മാറ്റി. ദൈവത്തിൻ്റെ പടയാളി ഇസ്രായേൽ എന്ന പേര് യാക്കോബിന് നൽകി. ആ ദേശത്തിന് ദ ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുഖം എന്ന പേര് നൽകി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ച് ചെയ്തുപോയ പാപങ്ങൾ താഴമായി അനുദപിച്ചേറ്റു പറയുമ്പോൾ കാൽവരിയിലെ രക്തത്താൽ നാം കഴുകപ്പെടുന്നു എന്ന് മാത്രമല്ല, പിന്നെയോ ദൈവഹിതത്തിന് സമർപ്പിച്ച് ജീവിതം മുന്നേറുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പുതിയ പേര് തരുന്ന ദൈവമുണ്ട്. നമ്മുടെ ദേശത്തിൻ്റെ തന്നെ പേര് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഇന്നത്തെ വചനക്കേൾവിയിലൂടെ അങ്ങനെ സാധ്യമാകാൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഇന്നത്തെ ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ. ധ്യാനിപ്പിക്കുന്ന മക്കളെയും ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവാനുഭവം പ്രാപിക്കുവാൻ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും അവിടുത്തെ കരം പിൻവലിക്കരുത്. അവിടുന്ന് ആശ്വാസവും സൗഖ്യവും നൽകണമേ. ശുശ്രൂഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും, ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും ശുശ്രൂഷകരെയും എല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. ശനിയാഴ്ച പകൽ ധ്യാനം, യൂട്യൂബിലെ തിരുവചന ധ്യാനം, എവൻഗേലിയൻ സന്ദേശം, ഗൂഗിൾ മീറ്റ്, ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം സകലവും താഴ്ത്തി സമർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ കീഴം സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് തിരുവചനാജ്ഞ എന്ന ഈ ധ്യാന ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. ഒപ്പം തന്നെ ഇതിൻ്റെ ഉപകാരികളും സഹകാരികളും പ്രേക്ഷിതരുമായിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അല്പസമയം നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. നിൻ്റെ നയനങ്ങൾ, നിൻ്റെ കണ്ണുകൾ നിൻ്റെ ഉപദേഷ്ടാവിനെ ദർശിക്കും. നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയമുള്ളവരെ, എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം, ഏതിലെ പോകണം, എന്താണ് ഈ പ്രശ്നത്തിൻ്റെ പ്രതിവിധി, ആരെന്നെ സഹായിക്കും എന്നെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിന് ഭാരം പേറിക്കൊണ്ട് നിൽക്കുന്ന നിൽപ്പ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ എത്രയോ തവണ നമ്മൾ നിന്നിട്ടുണ്ട്. ചില രോഗത്തിൻ്റെ സമയത്ത്, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത്, അതുപോലെ ഭവനപ്പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ഏതെല്ലാം പ്രതിസന്ധികളിൽ നമ്മൾ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഈ തിരുവചനത്തിലൂടെ ആ ബന്ധനങ്ങളൊക്കെ കഴിയാൻ, ആ കെട്ടുകളൊക്കെ കഴിയാൻ ഒരു പുതിയ വഴി നമുക്ക് തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക എന്ന ഒരു സ്വരം കേൾക്കും. പിന്നിൽ നിന്ന് സ്വരം കേൾക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നമ്മളോട് പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാണ്, ഞാൻ വാതിൽ തുറക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേട്ട് അകത്ത് പ്രവേശിക്കുന്നുവെന്ന്. കർത്താവ്, അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ മക്കളായ നമ്മൾ, മാമോദീസായിലൂടെ ക്രിസ്തുവിൽ ചേർന്ന് നമ്മളിനി പുറകിൽ നിന്നല്ല സ്വരം കേൾക്കുന്നത്, നമ്മുടെ മുന്നിൽ നിന്നാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ആ യേശുവിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഒരു നിമിഷം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച നിമിഷങ്ങളുണ്ട് കർത്താവേ. ഭൂമിയിൽ ജീവിക്കണോ വേണ്ടയോ എന്ന് വരെ തീരുമാനിച്ച നാളുകളുണ്ട് കർത്താവേ. മാപ്പാക്കണമേ, വിശുദ്ധീകരിക്കണമേ, നന്മയോടെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം വചന ചിന്തയ്ക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഇരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. അത് യാക്കോബിൻ്റെ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ യാക്കോബിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിചാരത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ഈ ധ്യാനത്തോട് ചേർത്ത് വെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ദൈവം യാക്കോബിനോട് പറയുന്ന ഒരു ഭാഗമാണത്. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. പ്രിയമുള്ളവരെ, യാക്കോബ് ഒരു വലിയ വിഷമത്തിലാണ്. എന്താണ് വിഷമമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവൻ്റെ സ്വന്തം ദേശം വിട്ട്, അവൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട്, അതുവരെയും അവൻ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ എല്ലാം വിട്ട് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതവൻ്റെ അമ്മയുടെ വീടാണ്, അങ്ങോട്ട് പോവുകയാണ്. രണ്ടാണ് കാരണം. ഒന്ന്, അവൻ്റെ നാട്ടിൽ അവന് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധ്യമല്ല, നിലനിൽപ്പില്ല. ജ്യേഷ്ഠൻ അവൻ്റെ ശത്രുവായി മാറിയിരിക്കുന്നു. രണ്ടാമത്, അവൻ ഈ ലാബാൻ്റെ ഭവനത്തിലേക്ക്, റെബേക്കായുടെ
സഹോദരൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പശ്ചാത്തലം, അവിടുത്തെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് പരിചയമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഈ കുടിയേറ്റ മേഖലകളിലൊക്കെ ധ്യാനപ്രസംഗവുമായിട്ട് പോകുമ്പോൾ ചില അപ്പച്ചന്മാരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ, വേദനകളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ എങ്ങനെയാണ് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ സ്വന്തം നാടും വീടും വിട്ട് 40 വയസ്സ് 45 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ കുട്ടികളെയൊക്കെ കൈപിടിച്ച് ഭാര്യയും കൂട്ടി ആരുമില്ലാത്ത, മുൻ പരിചയമില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ വന്ന് അവിടെയൊക്കെ ഭൂമി കണ്ടെത്തി വീട് വെച്ച് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു 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 ചൊല്ലിങ്ങനെ അത് എത്രമാത്രം ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് പാടില്ല. എന്നാലും അങ്ങനെ ഒരു ചൊല്ലുണ്ട്, വീട് വിട്ടാൽ പട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ എത്തുന്നവരെയും അലയേണ്ടി വരുമെന്നായിരിക്കാം അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യാക്കോബ് വലിയ പ്രതിസന്ധിയിലായി. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കാണെങ്കിലും നമുക്ക് ഇന്ന് നാടുണ്ട്, വീടുണ്ട്, കൂടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നാം ഒരു വീട് പണിതിട്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നില്ല ഇപ്പോൾ. ആ വീടിൻ്റെ കടബാധ്യതകൾ, അതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ചുറ്റുപാടുകൾ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല. അയൽവാസികൾ, സ്വന്തപ്പെട്ടവർ, ബന്ധപ്പെട്ടവരൊക്കെ കൂട്ടുചേർന്ന് ഒത്തുചേർന്ന് നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള, നാം എന്ത് ചിന്തിച്ചാലും അതെല്ലാം മോശമായി പറയുന്ന സമൂഹം, നാം എന്ത് ചിന്തിച്ചാലും അതിനെക്കുറിച്ച് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഗൂഢാലോചന നടത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നൊക്കെ എത്രയോ മനുഷ്യർ, അങ്ങനെയുള്ള ആളുകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി അലഞ്ഞിട്ടുണ്ട്, അലയേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ. ഒരുപക്ഷെ യാക്കോബിനെ കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് യാക്കോബ് ഉബായി എന്നോ അല്ലെങ്കിൽ യാക്കോബ് ഏശാവിനെ ചതിച്ചു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ബൈബിൾ പറയുന്നില്ല, ദൈവകൽപ്പന പറയുന്നില്ല. പറയുന്നത് ഏശാവും അപ്പനായ ഇസ്ഹാക്കുമാണ്. ദൈവം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ വായിച്ചു കേട്ടല്ലോ പ്രിയമുള്ളവരെ, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞതെന്ന് കുറച്ചും കൂടി ഈ പുസ്തകത്തിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണം. നമുക്കറിയാം, യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും അവർ രണ്ടുപേരും ജ്യേഷ്ഠജന്മാരാണ്. അവരുടെ പിതാവും മാതാവുമാണ് ഇസഹാക്കും റെബേക്കായും. അവർ വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളില്ല. ഇസഹാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 21 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ 2 ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവൻ ചുമന്നിരുന്നു. അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒന്നാമത്തെ പദ്ധതി റെബേക്കാക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നാം സ്വയം കൈകാര്യം ചെയ്യാനോ നാം സ്വയം തീരുമാനത്തിലെത്താനോ ശ്രമിക്കരുത്. മറിച്ച് ആ പ്രശ്നങ്ങളെ വെച്ച് ദൈവസന്നിധിയിലിരിക്കണം. ഇവിടെ റെബേക്ക എന്ന് പറയുന്ന സ്ത്രീ, അവൾ ഗർഭിണിയായപ്പോൾ അവളുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ മല്ലിട്ടു. ഈ സ്ഥിതി തുടർന്നാൽ ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ അവൾ ദൈവസന്നിധിയിലെത്തി. അവൾക്ക് കാര്യം മനസ്സിലായി. മൂത്തവൻ ഇളയവനെ സേവിക്കും. നിന്റെ ഉദരത്തിൽ 2 വംശങ്ങളാണ്, 2 ജാതികളാണ്. ഇളയവനായിരിക്കും ശക്തൻ. ഇളയവനെയാണ്
നേതൃത്വ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അബ്രാഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നാണ് മോശയോട് ദൈവം പറയുന്നത്. ഈ ഇസ്രായേൽക്കാരോട് അടിമ ജീവിതത്തിൽ കിടക്കുന്ന, അടിമത്തത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ വീണ്ടെടുക്കുവാൻ എന്നെ പറഞ്ഞയച്ചത് ദൈവമാണെന്ന് പറയുമ്പോൾ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ദൈവം ചതിയനല്ല, വഞ്ചകനല്ല, അവൻ നീതിമാനും സത്യമുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമാണ്. ആ എന്നേക്കും നിലനിൽക്കുന്ന ദൈവം, സത്യവും നീതിയുള്ള ദൈവം യാക്കോബിനോട് പറയുകയാണ്, നീ എവിടെ പോയാലും നിന്നോട് കൂടെ ഞാനുണ്ട്. നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവൃത്തിയാകുന്നതുവരെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിന്നെ ഞാൻ തിരിച്ച് ഈ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുമെന്ന് പറയും. ഒരു പ്രത്യാശയുടെ വാക്കാണ് പ്രിയമുള്ളവരെ പറയുന്നത്, ദൈവം പറയുന്നത്. നീ ഇപ്പോൾ അലയുന്നുണ്ടെങ്കിലും, നിനക്കിപ്പോൾ സങ്കടമുണ്ടെങ്കിലും, എന്താണ് അവൻ്റെ അലച്ചിൽ? അവനൊരു രാത്രി അവൻ വിജന സ്ഥലത്തെത്തി, അവനൊരു കല്ല് തലയണയായി വെച്ചു. അന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ അവൻ ജനിച്ചു വളർന്ന നാട്, വീട്, അവൻ്റെ തൊഴിൽ എല്ലാം അവൻ ഉപേക്ഷിക്കുകയാണ്. നല്ല കട്ടിലില്ല, കിടക്കയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എന്ത് ദുരിതങ്ങളിലും ദൈവത്തെ കാണുവാൻ കഴിയണം. അതിന് ഒന്നാമത്തെ ചിന്ത ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. റെബേക്ക ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അവൾക്ക് ഉത്തരം കിട്ടി. റെബേക്ക പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. മക്കൾ വളർന്നു വലുതായി. ഒരു ദിവസം ഇസഹാക്ക് തൻ്റെ മൂത്ത മകനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എനിക്ക് വാർദ്ധക്യമായി. ഇസ്രായേൽ പാരമ്പര്യമനുസരിച്ച്, പിതാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഇസഹാക്ക് ചെയ്യാൻ പോകുന്ന ഒരു കർമ്മമാണ് അഭിഷേകം ചെയ്യുക, അല്ലെങ്കിൽ കൈവപ്പ് കൊടുക്കുക തലവനായി. അത് സാധാരണ ചെയ്യുന്ന മൂത്തവനാണ്. ഇസഹാക്ക് ഏസാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നിങ്ങനെ, അത് നീ കാട്ടിൽ പോയി വേട്ട തേടി ഇറച്ചി കൊണ്ടുവന്ന് ഞാൻ അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയണം. ആ വാക്ക് കേട്ട് ഇസഹാക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ അമ്മ ഈ വാക്ക് കേൾക്കുകയും അമ്മ തൻ്റെ മകനായ യാക്കോബിനെ ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്ന കഥ നമ്മൾക്കറിയാമല്ലോ. ഏശാവ് ഈ അവകാശം വിറ്റുകളഞ്ഞതാണ്, യാക്കോബിന് വിറ്റതാണ്. പക്ഷേ ഏശാവ് ഒരിക്കൽ പോലും അത് തൻ്റെ അപ്പനോട് സംസാരിക്കുന്നില്ല. അപ്പോൾ നീ എന്നെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തനല്ല ഇപ്പോൾ. എനിക്കിങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അറിവില്ലായ കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാഞ്ഞത് കൊണ്ടോ ഞാൻ എൻ്റെ സഹോദരന് ഇന്ന സമയത്ത് അത് വിറ്റുകളഞ്ഞു, കൊടുത്തുപോയി. ഇനി എനിക്ക് അനുഗ്രഹം വാങ്ങാൻ യാതൊരു യോഗ്യതയുമില്ല. അങ്ങനെ നിനക്ക് അനുഗ്രഹം തരണമെന്ന് നീ ആഗ്രഹിക്കുകയും അതെൻ്റെ മേൽ ദൈവാനുഗ്രഹവുമായി മാറണമെങ്കിൽ നീ ദൈവത്തോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, അനുജൻ്റെ അനുവാദവും വേണം. അല്ലാതെ നീ എന്നെ അനുഗ്രഹിക്കരുത് എന്ന് പറയാനുള്ള എളിമ ഏശാവ് കാണിച്ചില്ല. പ്രിയമുള്ളവരെ, ഏശാവ് മറിച്ച് അവൻ ആ കഥ മറന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഓരോ സത്യവും, ഓരോ കാര്യങ്ങളും മനുഷ്യൻ മറക്കും, പക്ഷെ ദൈവം ഒന്നും മറക്കില്ല. ദൈവം പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയും അക്കമിട്ട് കൃത്യമായി ദൈവം ഓർത്തിരിക്കും. ആ ഓർത്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളും തക്ക കാലത്ത്, സമയാസമയങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യന് എത്ര കഷ്ടത അനുഭവിച്ചാലും അവൻ്റെ മേൽ നിറവേറുമെന്നുള്ളത് സത്യമാണ്. ദൈവത്തെ പറ്റിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യനെയും ചതിച്ച് പലതും ഈ ലോകത്ത് വാരിക്കൂട്ട അപ്പോഴുള്ള ആ ജീവിതാനുഭവത്തിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സകല തന്ത്രങ്ങളും ചിന്തിച്ചും ചിന്തിക്കാതെയും ചെയ്തു പോകുന്ന മനുഷ്യൻ അടിക്കടി പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ നീതിബോധത്തോടു കൂടി ജീവിക്കുന്ന ഏതൊരു മനുഷ്യന് എത്ര ദുരിതത്തിൽ പോയാലും അവൻ്റെ കൂടെ ദൈവം എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്ത ദൈവം യാക്കോബിന് കൊടുക്കുകയാണ്.
ഞാനും നിങ്ങളും ഈ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും വാക്ക് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നു, മറന്നുപോയിരിക്കുന്നു, തെറ്റിയിരിക്കുന്നു. ഇന്നുവരെയും അതെല്ലാം കാര്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ? പല കാര്യങ്ങളും നമ്മൾ മനുഷ്യനോട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഓർത്തിരിക്കുന്നുണ്ടോ? അപ്പോഴപ്പോൾ കിട്ടേണ്ട ആനുകൂല്യങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറിക്കൊണ്ട് വാങ്ങിക്കൂട്ടുന്നതല്ലാതെ, അങ്ങനെ വാങ്ങിക്കൂട്ടി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്നതല്ലാതെ, എൻ്റെ ജീവിതത്തിലും എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലും എൻ്റെ അപ്പൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മയുടെ ജീവിതത്തിലും ദൈവ പദ്ധതി എന്താണെന്ന് പരിശോധിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കഴിയണം. ഇവിടെ യാക്കോബ് വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ അനുഗ്രഹം കണ്ടെത്തുകയാണ്. അതുകൊണ്ടായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എബ്രായർ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യങ്ങൾ പറയുന്നു, ഒരു നേരത്തെ ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ അസന്മാർഗിയോ നിങ്ങളാകരുത് എന്ന്. ഒരു ക്രിസ്ത്യാനി ഒരു നേരത്തെ ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ അഭക്തനോ അസന്മാർഗിയോ ആകരുത്. അപ്പോൾ ഒരു ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, മരിക്കേണ്ടി വന്നാലും കളയാൻ പാടില്ലാത്ത ഒരവകാശമാണ്. ഇന്ന് നമ്മൾ മുന്നിൽ നിന്നാണ് സ്വരം കേൾക്കുന്നത്. മുന്നിൽ നിന്ന് സ്വരം കേൾക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, നീ മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. നീ മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ഉള്ളതുപോലെ നീ സംസാരിക്കണം. നിനക്ക് തെറ്റുപറ്റിയുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് നീ സംസാരിക്കണം. നിനക്ക് ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഇല്ല എങ്കിൽ അത് നിന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അതനുസരിച്ച് നീ ജീവിക്കണം. പ്രിയമുള്ളവരെ, വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിന് സഭാപരമായിട്ട് ഒത്തിരി വലിയ അനുഗ്രഹങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണ്. ആ വലിയ അനുഗ്രഹത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടും കഴിഞ്ഞു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് എതിർ ഭാഗത്തുനിന്ന് ശബ്ദങ്ങൾ ഉയർന്നു. അങ്ങനെ എതിർഭാഗത്തുനിന്ന് ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, എതിർഭാഗത്തെ തകർക്കുന്നതിന് വേണ്ടി ഉള്ളതുമില്ലാത്തതുമായ കഥകൾ മെനഞ്ഞ് അവസാനം ഒരു നിരപരാധിയെ ക്രൂശിച്ചു. ക്രൂശിക്കാൻ കൂട്ടുനിന്നയാൾ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് നിരപരാധിയെ ക്രൂശിക്കാൻ നിങ്ങൾ എന്നോട് സംവാദിച്ചു? ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് ചോദിച്ചതാണ്, എടുത്തെടുത്ത് ചോദിച്ചതാണ്. ഇതിൽ കഴമ്പുണ്ടോ, കാര്യമുണ്ടോ, ഇതിങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചതാണ്. നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു ഇതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ട്, സത്യം നടന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇതിട്ടത്. ഇപ്പം ഞാനും പുലിവാല് പിടിച്ചല്ലോ, ഞാൻ ഇനി ആരോട് മാപ്പ് ചോദിക്കും? ഞാൻ എവിടെ ഈ പാപം കഴുകിക്കളയുമെന്ന് ശബ്ദ സന്ദേശത്തിലൂടെ ഇദ്ദേഹം പറയുന്നത് കേൾക്കാം. ഞാനും കേട്ടതാണ് ആ ശബ്ദ സന്ദേശം. അപ്പോൾ ഇദ്ദേഹം വളരെ കൂളായിട്ട് പറയാണ്, സഹോദര, അതങ്ങ് ഡിലീറ്റ് ചെയ്തേരെ, അതങ്ങനെയല്ല എങ്ങനെ വന്നാന്ന് പറഞ്ഞാൽ മതി, കേട്ടപ്പോൾ തെറ്റിപ്പോയതാന്ന് പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ഒരു മഹാൻ പറഞ്ഞു, സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴത്തേക്ക് നുണ അരനാഴിക മുമ്പേ പോയിരിക്കുമെന്ന്. സത്യസന്ധനായ ഒരു വ്യക്തിക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ലോകത്ത് സംഭവിക്കേണ്ടി വന്നാലും ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ പരമമായ ബോധ്യം, പരമമായ രഹസ്യം അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ടതും കാത്തു പരിപാലിക്കേണ്ടതുമാണ്. യാക്കോബിന്റെ മേൽ ദൈവം അനുഗ്രഹം വെച്ച് നീട്ടിയിരിക്കുകയാണ്. എപ്പോൾ? യാക്കോബ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ യാക്കോബിന്റെ മേൽ ദൈവം അനുഗ്രഹം വെച്ചിരിക്കുകയാണ്. യാക്കോബിനെ ജ്യേഷ്ഠാവകാശം എന്ന അധികാരം കൊടുത്തിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാത്ത മനുഷ്യൻ പല വഴിയിലൂടെയും പല തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിൻ്റെ എല്ലാം വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന യാക്കോബ് ഇപ്പോൾ ഇതാ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി ഒരു കല്ല് തലയിണയായി വെച്ച് കിടക്കുമ്പോൾ
അവൻ്റെ അടുക്കൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്നത് വരെയും നിൻ്റെ എല്ലാ സങ്കടങ്ങളിലും ഞാൻ കൂടെയുണ്ടാകും. എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് അംഗീകരിച്ചുകൂടാ? ആരെങ്കിലുമൊക്കെ ദൈവം നേതൃസ്ഥാനത്തേക്കൊക്കെ വിളിക്കുമ്പോൾ നേതൃസ്ഥാനത്തെ മനസ്സിലാക്കാത്തവരോ നേതൃസ്ഥാനത്തിന് എതിർ നിൽക്കുന്നവരോ അതേ സ്ഥാനം തന്നെ ചിന്തിച്ച് ബലാബലത്തിൽ നിൽക്കുന്നവരോ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പണിയുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ എന്തുകൊണ്ട് യാക്കോബിനെ പോലെ നിന്നുകൂടാ? എന്തിന് നിരപരാധിയെ ക്രൂശിക്കണം? യേശാവ് പറഞ്ഞില്ല പ്രിയമുള്ളവരെ ഇസഹാക്കിനോട്, അപ്പം എനിക്ക് വിശന്നപ്പോൾ പയറുപായസത്തിൽ ഞാൻ വിറ്റതാണ്, ഞാൻ അങ്ങനത്തെ ഒരു പൊട്ടനാണ്, എനിക്ക് അവകാശത്തെക്കുറിച്ചൊന്നും വലിയ ബോധ്യമുണ്ടായില്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ അവകാശം വേണ്ട. പ്രിയമുള്ളവരെ, ദൈവം തരാതെ ആർക്കെന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ദൈവം തരാത്തിടത്തോളം കാലം ആര് എന്തൊക്കെ സൽസ്വഭാവം കാണിച്ച് മേടിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ദൂഷിച്ച സ്വഭാവമില്ലേ? അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സൽസ്വഭാവം എന്ന് പറയുന്ന ഒരു പ്രകടനമല്ലേ? ഞാനും നിങ്ങളും സൽസ്വഭാവിയാണെന്ന് ലോകത്തിലുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തൊക്കെയോ ലൗകികമായി നേടുന്നതിന് വേണ്ടിയല്ലേ? പരിശോധിക്കണം പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ഒന്നും പ്രകടനം നടത്തി മേടിച്ചിട്ട് കാര്യമില്ല. ഞാനെന്താണോ അത് ദൈവകൃപയാണെന്ന് പറയുവാനുള്ള ധൈര്യം വേണം. ഇവിടെ പ്രിയമുള്ളവരെ, ഒരു നേരത്തെ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനും അസന്മാർഗിയുമാകരുത് എന്ന് പറയുകയാണ്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അങ്ങനെ യാക്കോബ് അവിടുന്ന് ജ്യേഷ്ഠൻ്റെ അടുത്തുനിന്ന് ഓടി അമ്മാവൻ്റെ വീട്ടിൽ ചെന്നു. അമ്മാവനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുവെങ്കിലും അവൻ സൗമ്യനും ശാന്തശീലനുമായിരുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ അവൻ അമ്മാവൻ്റെ വീട്ടിലും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അമ്മാവനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അമ്മാവൻ തന്നെയാണ് കുറെ കഴിഞ്ഞപ്പോൾ തന്ത്രം ഉപയോഗിക്കുന്നത്. അടുത്ത തന്ത്രം യാക്കോബിൻ്റെ മേൽ അമ്മാവൻ എടുക്കുകയാണ്. എന്താണ് അടുത്ത തന്ത്രം യാക്കോബിൻ്റെ മേൽ എടുക്കുന്നത്? നീ എനിക്ക് വെറുതെ പണിയെടുക്കണ്ട, ഞാൻ നിനക്ക് തക്കതായ പ്രതിഫലം തരും. എന്താണ് തക്കതായ പ്രതിഫലം? നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊള്ളുക, അവൾക്ക് വേണ്ടി നീ പണിയെടുക്കുക. അത് അംഗീകാരയോഗ്യമാണ്, അനുവദനീയവുമാണ്. അങ്ങനെ 7 കൊല്ലം അവൻ പണിയെടുത്തു. ലാബാൻ്റെ വീട്ടിൽ രണ്ടാമത്തെ മകളായ റാഹേലിനോട് അവന് പ്രേമം തോന്നി. പ്രിയമുള്ളവരെ, അങ്ങനെ അവൻ വിവാഹിതനായി. ആദ്യ രാത്രിയിൽ അവൻ റാഹേലാണെന്ന് വിചാരിച്ചുകൊണ്ട് ലായയെ പരിഗ്രഹിക്കുകയാണ്. ആളെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. യഹൂദന്മാരുടെ മൂടുപടവും സ്ത്രീവേഷമൊക്കെ അങ്ങനെയാണല്ലോ. ഇന്നാണെങ്കിൽ അതൊന്നും നടക്കില്ല. എങ്കിലും അവൻ അതെല്ലാം സഹിച്ചു. നീ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ആ നാട്ടിലെ ന്യായം പറഞ്ഞു. അമ്മാവനായ ലാബാൻ മൂത്തവരിയ്ക്കുമ്പോൾ ഇളയവളെ കെട്ടുന്നത് ശരിയല്ല. യാക്കോബ് അത് അംഗീകരിച്ചു. പിന്നെയും 7 വർഷം പണിയെടുത്ത് മൂത്തവളെ വിവാഹം കഴിച്ചു. എന്നാലും പ്രേമം കൂടുതൽ ഇളയവളായിരുന്നുകൊണ്ട് ആ സമയം ലേയ യാക്കോബിനാൽ അല്പം സ്നേഹത്തിന് കുറഞ്ഞ രീതിയിൽ പാത്രീഭൂതമായി. ദൈവം ലേയയുടെ കാര്യത്തിൽ ഇടപെട്ടു. റാഹേലിൻ്റെ ഗർഭപാത്രം ദൈവം അടച്ചു. ലേയയ്ക്ക് പ്രസവിക്കുവാനുള്ള അനുഗ്രഹം കൊടുത്തു. അങ്ങനെ സ്നേഹം ബാലൻസിൽ വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ എന്നും മനസ്സിലാക്കണം. അങ്ങനെ യാക്കോബ് ഈ 14 വർഷം ഇവർക്ക് വേണ്ടി ജോലി ചെയ്തു.
പിന്നെയും കുറേ വർഷം കൂടി ചെയ്തു. 10-20 വർഷമായപ്പോൾ വീണ്ടും ദൈവം യാക്കോബിൻ്റെ അടുത്ത് ഇടപെട്ടു. നീ ഇത്രയും കാലം ഇയാൾക്ക് വേണ്ടി വേല ചെയ്തിട്ട് നിന്നെ ഇയാൾ ചതിക്കുകയായിരുന്നില്ലേ? നിന്നെ ഞാൻ വലിയവനാക്കും. അതിന് ബുദ്ധി പറഞ്ഞു കൊടുത്തു. പുള്ളിയും പൊട്ടുമുള്ള ആടുകൾ നീ ലാബാനുമായിട്ട് കരാറുണ്ടാക്കി നിൻ്റേതെന്ന് പറയുക. എന്നിട്ട് നീ ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഇലവിൻ്റെയും അതുപോലെയുള്ള 2-3 മരങ്ങളുടെ പേര് പറഞ്ഞിട്ടു അതിൻ്റെ കൊമ്പെല്ലാം വെട്ടിയെടുത്തിട്ട് ചീന്തിക്കളഞ്ഞ് പൊട്ടും പുള്ളിയുള്ളതാക്കി നിർത്തുക. പാത്തിയിൽ നാട്ടുക. പാത്തിയിൽ നാടുകൾ വെള്ളം കുടിക്കുമ്പോൾ ഇണചേരുന്നു. ഈ പുള്ളിയും പ്രാവും കണ്ട് ഇണചേരുന്നു. നിനക്കുണ്ടാകുന്ന ആട്ടുകുഞ്ഞുങ്ങളെല്ലാം പുള്ളിയും പ്രാവും ഉള്ളതായി തീരും എന്ന് പറയുകയാണ്. യാക്കോബ് അനുഗ്രഹിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ ലാബാനുമായി ഉടമ്പടി വെച്ചു. അന്ന് ഉടമ്പടിയിൽ പുള്ളിയും പൊട്ടുമുള്ളത് ആടുകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് ലാബാൻ സമ്മതിച്ചു. യാക്കോബിന് അത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ എന്ന ഒരു വിചാരം ലാബാനുണ്ടായി കാണും. പക്ഷേ അന്നു മുതൽ യാക്കോബിൻ്റെ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി. യാക്കോബ് അങ്ങനെ വലിയ ധനവാനായി. അപ്പോൾ ലാബാന്റെ മക്കൾ പറഞ്ഞു, ഇവൻ നമ്മുടെ അപ്പനെ പറ്റിച്ചു, അപ്പൻ്റെ മുതലെല്ലാം ഇവൻ നോക്കി നടത്തി, ഇവൻ വലിയവനായി. ഇത് യാക്കോബ് കേട്ടു. ഇതിനെല്ലാം തക്ക സമയം ദൈവത്തിൻ്റെതാണ് പ്രിയമുള്ളവരെ. ആ സമയത്ത് ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ നിൻ്റെ അപ്പൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക, നിൻ്റെ ഭാര്യ മക്കളെ സമ്പത്തെല്ലാം കൂട്ടിയെടുത്തുകൊള്ളുക. അവർ ദൈവമക്കളെ അവരങ്ങനെ പുറപ്പെടുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, സമയത്തിൻ്റെ കുറവ് കൊണ്ട് അവരങ്ങനെ യാബോക്ക് എന്ന കടവങ്കൽ വരികയാണ്. ആ കടവിൽ വെച്ച് ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തം നടത്തി. യാക്കോബിനെ ദൈവം വിശുദ്ധീകരിച്ചു, ഇസ്രായേൽ എന്ന് പേരിട്ടു. അവൻ പുതിയ ഒരു ജീവിതാനുഭവത്തിലേക്ക്, അവൻ്റെ പുതിയ വീട്ടിലേക്ക്, അവൻ പുതിയ യാത്രയിൽ ഏശാവിനെ കണ്ടപ്പോൾ പായസം കൊടുത്ത് പറ്റിച്ചവനെന്നോ അല്ലെങ്കിൽ പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനെന്നല്ല പറഞ്ഞത്. നീ ദൈവത്തിൻ്റെയാണ്, നിന്റെ ദാസനായിരിക്കേണ്ടതാണ് ഞാൻ. അവൻ നീ എൻ്റെ യജമാനനാണെന്ന് വിളിച്ച് 7 വട്ടം താണു വണങ്ങി എന്നാണ് പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇവിടെ ഏശാവിനെ അപ്പനെ അനുഗ്രഹിക്കുമ്പോൾ നീ എന്ന് സ്വതന്ത്രനാകുന്നുവോ അന്ന് നീ ആ നുകമൊടിക്കുമെന്ന് പറയുന്നുണ്ട്. നിന്റെ ദാസ്യത്തിൻ്റെ നുകം. ദൈവം യാക്കോബിനെ ഒരു വശത്ത് വലിയവനാക്കി നിർത്തുമ്പോൾ തന്നെ ഏശാവിനെ ഒട്ടും താഴ്ത്താതെ യാക്കോബിനെ കൊണ്ട് തന്നെ അവൻ്റെ അടിമത്തത്തിൻ്റെ നുകമൊഴിപ്പിച്ചു. യജമാനെ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ അവിടെ പറയട്ടെ, ആരെയും ചെറിയതോ ആരെയും നഷ്ടമായി കാണാനോ ഇടയാകരുത്. ആരെയും ഇടയാക്കരുത്. ചെയ്ത കാര്യങ്ങൾ ഓർത്തിരുന്ന് വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ചൊരിയണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നീ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.